ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തമിഴിൽ കണ്ടിരിക്കുന്നത് പോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് മുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള മുല്ലമുട്ടുകൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരെണ്ണം ഞാൻ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ മുല്ലമുട്ടുകൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല. മുല്ലമുട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ കട്ടിങ്, അതുപോലെ ഈ ഒരു ബഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഈ ഒരു സ്റ്റെമ്മിന് നമ്മൾ എങ്ങനെ കളർ കൊടുക്കാം, ആ കളർ പ്രിപ്പറേഷൻ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. മുല്ലമുട്ടകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സാണ് മെയിനായിട്ടും വേണ്ടുന്നത്. ഇത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പറാണ്. 40 രൂപ 50 രൂപ റേറ്റിലൊക്കെയാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ 2 എണ്ണം വേണം കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് ഫേഷ്യൽ ടിഷ്യൂ പേപ്പറാണ്. ഇതിന് ഏകദേശം 80 രൂപയൊക്കെ വിലയാകും. ഇതിൽ 100 പീസ് ഉണ്ടാകും കേട്ടോ. ഈ ടിഷ്യൂ പേപ്പറാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ബഡ്സിന് ഒരു ഫിനിഷിംഗ് ലുക്ക് കൊണ്ടുതരാനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണമാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി നമുക്ക് വൈറ്റ് കളറിലെ ഒരു ത്രെഡ് വേണം. പിന്നീട് ആക്രിലിക് പെയിൻ്റാണ് വേണ്ടുന്നത്. ഗ്രീനും യെല്ലോയും വേണം. ഈ പെയിൻ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലത്തെ വാട്ടർ കളറുകൾ വാങ്ങിക്കാൻ കിട്ടും. 20 രൂപയൊക്കെ ആവും. അപ്പോൾ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ 2 ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഒരു മഞ്ഞ കലർന്ന പച്ച കളറാക്കിയിട്ട് സ്റ്റെമ്മിൽ അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് 1 രൂപ കോയിൻ വേണം. പിന്നീട് ഒരു സ്കെയിൽ വേണം. ഇനി നമുക്ക് ബഡ്സ് ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ വേണം കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കുകൾ വേണം. ഏത് സ്റ്റിക്ക് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു ഈർക്കലാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു കത്രികയും കൂടെ ആകാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മനോഹരമായ ബഡ്സ് തയ്യാറാക്കാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പേപ്പർ കട്ടിംഗ് ആണ്. പേപ്പർ കട്ടിങ്ങിനായിട്ട് നമ്മൾ കിച്ചൺ ടിഷ്യൂ ആണ് എടുക്കുന്നത്. ഇത് നമ്മൾ പൊരിപ്പ് കടയിലൊക്കെ പോയി പൊരിപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ടിഷ്യൂ ഇല്ലേ, അതാണിത്. ഇതെടുത്ത് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട്, ഈ പേപ്പറിൻ്റെ സൈഡിലായിട്ട് എക്സസൈസ് എന്തെങ്കിലും പേപ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മടങ്ങിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പേപ്പറിൽ അങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മളൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. സ്കെയിൽ എടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ ഒരു പേപ്പറിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോയിൽ കാണുന്നത് പോലെ താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മൾ പേപ്പറിൻ്റെ എൻഡ് വരെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ സ്കെയിൽ നേരെ വെച്ച് ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റുകളുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തേക്ക് നേരെ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ മെഷർമെൻറ്റിൽ തന്നെ ഈ ഒരു പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിക്കൊണ്ടേയിരിക്കുക. സാരി ഉടുക്കുമ്പം പ്ലീറ്റ്സ് എടുക്കാറില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഞുറിവെടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ മടക്കിക്കൊണ്ടിരിക്കുക. മടക്കി കഴിയുമ്പോൾ എക്സസൈസ് എന്തെങ്കിലും പേപ്പർ വരികയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇനി ഇതാ ഈ കാണുന്നത് പോലെ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് അധികം വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി നമുക്ക് വീണ്ടും സ്കെയിലെടുത്ത് 2 സെൻറ്റിമീറ്റർ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം കട്ട് ചെയ്ത പീസ് എടുത്ത് ഇനി കട്ട് ചെയ്യാനുള്ള ടിഷ്യൂവിൻ്റെ മുകളിലോട്ട് വെച്ച് അളവനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂവിൽ നിന്നും നമുക്ക് 5 ബഡ്സ് ഉണ്ടാക്കാനുള്ള പേപ്പേഴ്സ് കിട്ടും. ഒരു ടിഷ്യൂവിൽ നിന്ന് 5 ബഡ്സ് മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബഡ്സ് ഉണ്ടാക്കാനുള്ള പേപ്പർ കട്ടിങ്ങിൻ്റെ 2ാമത്തെ മെത്തേഡാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച് കൊടുക്കും. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ വെച്ചതുപോലെ നോക്കിയിട്ട് എക്സസൈസ് എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു കോയിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ 1 രൂപ കോയിനോ 2 രൂപ കോയിനോ എടുക്കാൻ, ചെറിയ കോയിൻ വേണം എടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ പേപ്പറിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡിലേക്ക് നമ്മൾ ആ ഒരു കോയിൻ വെച്ചെടുക്കുകയാണ്. ബോർഡൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ആക്കി കളിച്ചിട്ടില്ലേ, അതേപോലെ കോയിൻ താഴോട്ട് കൊണ്ടുവരിക. അപ്പം കറക്റ്റായിട്ടൊരു ലെവൽ കിട്ടും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, ഇപ്പം കറക്റ്റ് ആ പേപ്പറിന്
കോയിൻ പേപ്പറിൻ്റെ പുറത്തേക്കും പോകുന്നില്ല, എങ്ങോട്ട് പോകുന്നില്ല. ആ ഒരു അളവിൽ നമ്മൾ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഫോൾഡ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. എപ്പോഴും എക്സസ് ആയിട്ടുള്ള ഭാഗം കാണും കേട്ടോ കട്ട് ചെയ്ത് കളയാനായിട്ട്. അതിനുശേഷം നമ്മളൊരു കോയിൻ എടുത്തിട്ട് ഇതുപോലെ കോയിൻ്റെ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 പേപ്പർ കട്ടിങ് കിട്ടും. ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് 5 പേപ്പർ കട്ടിങ്ങാണ് കിട്ടുന്നത്. ഇനി നമ്മൾ കാണുന്നത് നേരത്തെ ഞാൻ 2 സെൻറ്റിമീറ്റർ അളവിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പറും ഇപ്പോൾ കോയിൻ വെച്ച് കട്ട് ചെയ്തേക്കുന്ന പേപ്പറും തമ്മിലുള്ള വ്യത്യാസമാണ്. കോയിൻ വെച്ച് കട്ട് ചെയ്തത് കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു പേപ്പറിലേക്ക് കോയിൻ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അളന്ന് നോക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയെല്ലാം ചെയ്യുക. ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും. എൻ്റെ അനുഭവമാണേ. നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ 2 ടിഷ്യൂവിൽ നിന്നുമായിട്ട് 10 ബഡ്സ് ഉണ്ടാക്കാനുള്ള കട്ടിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. കിച്ചൺ ടിഷ്യൂ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് ഇതിൽ എക്സസ് ആയിട്ടുള്ള പേപ്പർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ചിലതിൽ കാണും, ചിലതിൽ കട്ട് ചെയ്യാൻ കാണത്തില്ല കേട്ടോ. അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ഈക്വലായിട്ട് നമുക്ക് മടക്കിയൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പം ഇതുപോലത്തെ മാറ്റിലൊന്നും ഇട്ടിട്ട് കട്ട് ചെയ്യരുത്. എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പച്ച മാറ്റെടുത്തിട്ടത്. നമ്മൾ മിനുസമായ പ്രതലത്തിൽ വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുകയും കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മളിത് ഫോൾഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു പേപ്പർ 2ആയിട്ട് മടക്കുക. പിന്നീട് വീഡിയോയിൽ കാണുന്നത് പോലെ 3ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആയിരിക്കണം. അതുകൊണ്ട് ഏകദേശം ഒരുപോലെയുള്ള ഒരു അളവിൽ നമ്മളിത് മടക്കിയെടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് മടക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പേപ്പറിൽ നിന്നും സൈഡുകളെല്ലാം ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് 4 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ഷേപ്പിലും കറക്റ്റ് അളവിലും ഉള്ള പേപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബഡ്സ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പേപ്പറുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചത്, അത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബഡ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഫേഷ്യൽ ടിഷ്യൂ പേപ്പറും മടക്കി കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട രീതിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുമ്പം നമ്മൾ നല്ലതായിട്ട് നോക്കിയും കണ്ടൊക്കെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ അറ്റവും ഒരുപോലെ വരണം. അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വേണം. പേപ്പറിൻ്റെ ഇടയിൽ മടങ്ങി പോകാനൊന്നും പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് തേച്ചൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 3ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 3ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തതുപോലെ 4 സൈഡും സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ഫേഷ്യൽ ടിഷ്യൂ പേപ്പേഴ്സ് ഓരോന്നായിട്ട് വിടുവെച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് ബഡ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഓരോന്നായിട്ട് എടുക്കുന്ന കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ക്ഷമയോടെ എടുക്കുക. അങ്ങനെ നമ്മൾ 3 തരത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബഡ്സ് മേക്കിംഗ് ആണ്. ബഡ്സ് മേക്കിങ്ങിന് ആദ്യം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഡയമണ്ട് ആകൃതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഈർക്കലോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടോ? ഡയമണ്ട് ആകൃതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും ഇതുപോലെ പതിയെ താഴേക്ക് കൊണ്ടുവന്ന് ഒരു കൈ വെച്ച് മുറുക്കി പിടിക്കുക. അത് പിടിച്ച് പോകരുത്. നന്നായിട്ട് മുറുക്കി പിടിക്കണം. കണ്ടോ? ഇപ്പോൾ ഒരു ബഡ്സിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിച്ചൺ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അതെടുത്ത് നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡും സെയിം അളവിൽ വന്നിട്ട് അതും സൈഡിൽ നിന്നും വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കാണണം. ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എനിക്കറിയത്തില്ല. ഇതുപോലെ നിങ്ങൾ താഴോട്ട് കൊണ്ടുവന്ന് വെക്കുക. ഇതേ സമയം നമ്മൾ ആദ്യം ബഡ്സിൻ്റെ രൂപത്തിൽ വെച്ച ചെറിയ ടിഷ്യൂ പേപ്പർ വിട്ട് കളയരുത്, അത് മുറുകെ തന്നെ പിടിച്ചിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു ബഡ്സിൻ്റെ രൂപത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ബഡ്സിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടി ഇടത്തെ കൈ കൊണ്ട് വിരൽ കൊണ്ട് ഞാനൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫേഷ്യൽ ടിഷ്യൂ അല്ലേ, അതെടുത്തിട്ട് ഇപ്പം കുറച്ച് മുന്നേ ചെയ്തതുപോലെ താഴേക്ക് കൊണ്ടുവന്ന് നമ്മൾ സെക്യൂർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക, ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം. ഓക്കെ, എന്നിട്ട് ആ ഒരു വിരലും കൊണ്ട് ഞാൻ അമർത്തുകയാണ്. മേലോട്ട് അമർത്തി വരുമ്പോഴത്തേനും ഈ ഒരു ബഡ്സിൻ്റെ ഷേപ്പ് കിട്ടും. ഇതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കളറിലെ നൂലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. 3 കെട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ടൈറ്റായിട്ട് കെട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ബഡ്സ് എല്ലാം കൂടെ ഇളകി താഴെ വീഴും. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത്. ഓക്കെ, കെട്ടിട്ടതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു നൂല് നമ്മളൊരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബഡ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൊള്ളാമോ? നല്ല ഭംഗിയില്ലേ? നമ്മൾ ഒറിജിനൽ മുല്ലപ്പൂ പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബഡ്സ് ഇവിടെ തയ്യാറാക്കി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബഡ്സുകളും തയ്യാറാക്കാം. ഇത്തരത്തിൽ നമ്മൾ എല്ലാ മുല്ലമൂട്ടുകളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റെമ്മ് എടുത്ത് കളഞ്ഞല്ല, ഈർക്കലുണ്ടായിരുന്നല്ലോ, അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് സ്റ്റെം കളർ പ്രിപ്പറേഷനാണ്. അതെങ്ങനെയാണെന്ന് കാണാം. സ്റ്റെമ്മിന് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞ കളർ കുറച്ച് കൂടുതൽ എടുക്കണം. ആക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഗ്രീൻ കളർ ഇമ്മിണി എടുത്താൽ മതി, ഇത്തിരി എടുത്താൽ മതി കേട്ടോ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് 1-2 തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം, അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബഡ്സില്ലേ, ആ ബഡ്സിൽ സ്റ്റെമ്മിൽ തേച്ച് കൊടുക്കുക. സ്റ്റെമ്മിൽ തേച്ച് കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്തേക്ക് വരാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് എല്ലാ ബഡ്സിലും ഇതുപോലെ സ്റ്റെം കളർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ബഡ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ 2 ബഡ്സ് കാണിച്ചു തരുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടാൽ ഒറിജിനൽ മുല്ലപ്പൂ പോലെ തോന്നില്ല. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയത് കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു പൂവുണ്ടല്ലോ, അത് ഫേഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒറിജിനാലിറ്റിയും തോന്നും, മറ്റേത് കാണുമ്പം ആർട്ടിഫിഷ്യലാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഫിനിഷിംഗ് ലുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫേഷ്യൽ ടിഷ്യൂ വെച്ച് തന്നെ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോർത്തെടുക്കണം. ഗെയ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ സുന്ദരമായ മുല്ലമുട്ടുകൾ കോർത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ മുല്ലമുട്ടുകൾ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ മുല്ലമുട്ടുകൾ ഓർഡർ അനുസരിച്ച് വാങ്ങണമെങ്കിൽ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയാകും കേട്ടോ. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അന്നേരം പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഓണ സെലിബ്രേഷനോ ഫോട്ടോഷൂട്ടിനോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിലെ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ചീത്തയായിപ്പോത്തില്ല, വാടിപ്പോത്തില്ല, ഒരു പ്രശ്നവുമില്ല. റീയൂസും ചെയ്യാം. സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ജാസ്മിൻ ഫ്ലവേഴ്സിന്റെ അതേ മണവും കൂടെ കിട്ടും. ഇതിപ്പം മുല്ലമുട്ടുകൾ മാത്രമേ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ഇതിന്റെ മുല്ലപ്പൂവുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായി എന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.